നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാം മറന്നുപോയി. അപ്പം ഞാനിങ്ങനെ വല്ലാതെ വിഷമിച്ച് എല്ലാ ബർത്ത്ഡേക്കും ഒരു കേക്ക് കണ്ണൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യും. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്ത് ചെയ്യുന്നു വിചാരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാര്യം മറന്നുപോയി. അങ്ങനെ ഞാൻ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രസ്സ് എനിക്ക് കണ്ണൻ എപ്പോഴോ മേടിച്ച് വെച്ചിരുന്ന ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ പഴയ ഒരു ബനിയൻ എടുത്തിട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. എനിക്ക് ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇന്ന് വളരെ എൻജോയ്മെൻറ്റിലാണ്. ഇന്ന് കാവ്യം എല്ലാം മാറ്റി ഇന്ന് ഫുൾ എൻ്റെ ദിവസമാണ്. ഇന്ന് എൻ്റെ ജന്മദിനമാണ്. ഏകദേശം ഒരു ഞായറാഴ്ച ദിവസം 12 മണിക്കാണ് ഞാൻ ജനിക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്ന് സെപ്റ്റംബർ 2 അപ്പോൾ എന്ത് ചെയ്യണം, ഇന്ന് ഫുൾ എൻ്റെ ദിവസമാണ്. എൻ്റെ ഒരു ദിവസത്തെ ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണെന്നുള്ളത് ഡ്രസ്സ് അടിപൊളി ഞാനെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് ഇന്ന് വീഡിയോയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ചാവി എടുത്തിട്ട് പോകും. ഡ്രസ്സ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചതാണ്. ചക്കുവിന് ഡ്രസ്സ് ഷോർട്സും ബനിയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, കൂടുതൽ ഇവിടെ നമ്മൾ കയറി വരുന്നോടത്ത് ഇങ്ങനെ ഒരു ബോഗൻവില്ലയുണ്ട്. ഇവിടെ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകുമ്പോൾ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇനി എൻ്റെ ഇവിടെ ഉള്ള ഞാനിപ്പം കുറച്ച് ദിവസത്തേക്ക് ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എൻ്റെ കുറച്ച് സന്തോഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേക്ക് മേടിക്കുമെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകും. അപ്പം അതിന് മുമ്പ് വീഡിയോ എടുക്കാമെന്ന് ഓർത്തിട്ടാണ്. ചക്കുവിൻ്റെ ശാന്തി പ്ലേസ് ആണ്. ചക്കു ഇവിടെ വന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഡ്രസ്സ് വൈറ്റ് ആണ് ഡ്രസ്സ്. അടിപൊളിയല്ലേ? വൈറ്റ് ആണ്. വൈറ്റില് ഗ്രീൻ കളർ ഷോർട്സും വൈറ്റിൽ ഗ്രീൻ തന്നെ പ്രിന്റും ടീഷർട്ടില് കട്ട് ചെയ്ത് എടുക്കണേ. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ലെന്ന് വിചാരിച്ച ഇപ്പം ഞാൻ ഒന്നുമില്ലെന്ന് വിചാരിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഞാനിപ്പോൾ ബാഗിനടിയിൽ ഇത് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴെങ്കിലും ഇടണം. അല്ല, ഞാൻ ബാഗ് തുറക്കാൻ പറഞ്ഞു. അപ്പൊ ചക്കുവിന് ഡൗട്ടായിരുന്നു. പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ മൈൻഡ് അങ്ങ് ഹാപ്പിനെസ് ആയി. ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ട് അപ്പോൾ ഹാപ്പിനെസ് ആയി. എനിക്ക് എന്ത് ചെയ്തു, ഇത്രയും വർഷങ്ങളായിട്ട്, അതായത് ഞാനും കണ്ണനും ഒക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ തനിയെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷത്തിനോടിടയ്ക്ക് ഈ ബർത്ത്ഡേക്കാണ് എനിക്കൊരു വൈറ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം. വൈറ്റ് ടീഷർട്ടൊക്കെ ഞാൻ എൻ്റെ കൗമാരപ്രായത്തിലൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് നടന്നതാണ്. അപ്പം അത് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്യാം, ഹാപ്പി ഓൺലി ഹാപ്പി ലവിങ് ഈസ് ഹായ്. വാ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരുന്നു. ഞാനിതൊന്നുമല്ല ഞാൻ പോവാറ്. ഇനി നീരാടണ സ്ഥലം കാണിച്ചു തരാം. കുളിക്കാൻ പോണ സ്ഥലങ്ങൾ അത് കുറച്ച് കാണിച്ചു തരാം. ഡ്രസ്സ് വയറ്റിൽ തന്നെ അഴുക്കാക്കരുതട്ടാ. ഇവള് പിള്ളേരുടെ മൈൻഡാണ്. കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് അഴുക്ക. ഫ്രണ്ട്, അതായത് അയാൾ എവിടെയുള്ള പഞ്ചാബിലുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ കുളിക്കാനൊക്കെ വളരെ സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ വന്നു. രാവിലെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, ഗിഫ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് പുള്ളി. ഞാൻ ആർക്കും അങ്ങനെ ഫോട്ടോ കൊടുക്കുന്നതല്ല, പുള്ളിക്ക് ഞാൻ കൊടുത്തു. ഞാൻ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഇതിനു മുമ്പ് പുള്ളി എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പുള്ളി വന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി അവിടെ വന്നു. അങ്ങനെ എന്ത് ചെയ്ത് എന്നോട് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. ആ ഫോട്ടോ പുള്ളി എടുത്ത്. ഞാൻ വേറെ ആർക്കും അങ്ങനെ കൊടുക്കുന്നതല്ല, ഫോട്ടോസിലൊന്നും നിൽക്കാറില്ല ഞാൻ. പക്ഷെ പുള്ളിക്ക് കൊടുത്തു ഞാൻ. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. ചക്കുവിൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളാണ് ഇതെല്ലാം. മരങ്ങളോടാണ്, കംപ്ലീറ്റ് പുളിയാണല്ലേ? പുളിമരങ്ങളോടാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. പുളിമരമല്ല, ഇങ്ങനത്തെ ഉള്ള മരങ്ങളൊക്കെ കണ്ട ഭയങ്കര ഇഷ്ടം. ശാന്തി എടുക്കും. അപ്പോൾ ഓരോ എൻജോയ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട് എനിക്കിവിടെ ഉണ്ട്.
ഞാൻ ഹാപ്പിയാണ്. ഇതില്ലാത്ത കുഴപ്പമേ ഉള്ളൂ കുട്ടികളെ, വേറെ ഒന്നിനും കുഴപ്പമില്ല. ഇതാണില്ല ജോർജ് ഊട്ടി ഇല്ല, ജോർജ് ഊട്ടി ആർക്കെങ്കിലും തരണമെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കാൻ, ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം. ഇതിപ്പോ നമ്മൾ എങ്ങാടാ പോകുന്നത്? അതായത് ഞാൻ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് പല്ല് തേക്ക്, ചിലപ്പോൾ ഇവിടെ വന്ന് പല്ല് തേക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് തേച്ചിട്ട് ഇവിടെ വന്ന് ഇന്ന് അലക്കി കുളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അതുകൂടെ കാണിച്ചു തരാം. എന്നുവെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം ഇവിടെയാണ്, എൻ്റെ ലൈഫിലെ സന്തോഷമാണിത്, വേറെ ഒന്നുമല്ല. വെള്ളം ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ, അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെയാണ് ചക്കു നീരാടുന്നത്. ഇവിടെയാണ് ചക്കുവിന്റെ, ഇവിടെയാണ് എൻ്റെ. ഇവിടെ വന്നിട്ട് ടെൻഷനൊക്കെ അടിച്ച് വന്നാലും ഞാൻ ഇവിടുന്ന് പല്ല് തേച്ച് അലക്കിയിട്ട് കുടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ്. കണ്ട ഈ കല്ലിൽ വന്നിരിക്കും, കല്ലിൽ വന്നിരിക്കും, ശാന്തി എടുക്കും. ഇതാണ് ചക്കുവിന്റെ കല്ല്. നനയ്ക്കാൻ പറ്റത്തില്ല നമുക്കപ്പോൾ. ഇതാണ് ചക്കുവിന്റെ. അപ്പോൾ ഞാൻ അറിയാലോ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ ജീവിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ ഹാപ്പിയാണ്. ഇന്ന് ഞാൻ ഒരുപാട് കഥകൾ കണ്ണനോട് പറയാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ഒരു 17 വയസ്സ്, എൻ്റെ ജീവിതം എന്നെ ഇട്ട് പിടിച്ചൊലച്ചതും, എന്നെ എന്ത് ചെയ്യാത്ത തെറ്റിന് പഴി ചാരി എന്നെ എൻ്റെ വീട്ടുകാർ ക്രൂശിച്ചതും ഒക്കെ ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, ഞാനിന്ന് ഇവിടെ വന്നിരുന്ന് പറഞ്ഞു, കണ്ണൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇമോഷനൊക്കെ വന്നു, എങ്കിലും കണ്ണൻ എന്നെ സമാധാനിപ്പിച്ചു. അതുമല്ല, ഇന്ന് എൻ്റെ അപ്പൻ മരിച്ചിട്ട് ഫസ്റ്റത്തെ ബർത്ത്ഡേ ആണ്. ഇത്രയും നാളും ബർത്ത്ഡേക്ക് എൻ്റെ അപ്പനും അമ്മയോട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അപ്പൻ എന്ത് ചെയ്തു, മരിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പക്ഷേ ഞാൻ ഇന്നാണ് ഒരു പുതിയ ഉടുപ്പ്, ഇത്രയും കാലത്തിനോടിടയ്ക്ക് ബർത്ത്ഡേക്ക് എനിക്ക് ഉടുപ്പിട്ടൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷേ ബർത്ത്ഡേക്ക് ഞാൻ എന്ത് ചെയ്യും, മനസ്സിൽ എന്നും കൊണ്ടാടും. തനിയെ ഇരിക്കുമ്പോഴും അമ്പലത്തിൽ പോകും, ഒക്കെ അമ്പലത്തിലൊക്കെ പോകാറുണ്ടായിരുന്നു. ആരും അറിയാതെ ഞാനത് രഹസ്യമായിട്ട് എന്ത് ചെയ്യും, സന്തോഷിക്കാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവർ വിളിക്കുമായിരുന്നു, ഫോണിൽ വിളിക്കും, ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നമ്മൾ അതൊന്നും അല്ലല്ലോ, നമ്മളെല്ലാം ശീലിക്കണം. അതൊക്കെ പോട്ടെ, എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ആ കൂടെ നിങ്ങളെയും കൂടെ എന്ത് ചെയ്തു, ഹാപ്പി ആക്കുന്നു. വീഡിയോ നിങ്ങൾ ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എന്നെപ്പോലെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തനിയേ ഉള്ളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എൻജോയ് ചെയ്യണം. എന്നെപ്പോലെ കണ്ടില്ലേ, ഞാൻ കണ്ടില്ലേ, ഒന്നുമില്ലെങ്കിലും എന്ത് ചെയ്തു, പുതിയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടു, ഒരുങ്ങി വന്ന് എൻജോയ് ചെയ്തു. ഞാൻ കുളിക്കുന്ന സ്ഥലമെല്ലാം എന്ത് ചെയ്തു കാണിച്ചു തന്നു. കണ്ടോ, ഈ ഓരോ വെള്ളത്തുള്ളിയിലും കളങ്കമില്ല. കാരണം പവിഴം മുത്ത് പോലെയാണ് ഈ വെള്ളം. കണ്ടോ, മോളിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വീഴുമ്പോഴത്തേക്കും അത് മുത്ത് പോലെ, അതെൻ്റെ മുടിയിലൊക്കെ വീണു. പക്ഷേ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ഞാൻ വളരെ ഹാപ്പി. ആദ്യം വന്നതുപോലെയല്ല, കുളിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ ഇരുന്നു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഈ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ മറന്നുപോയിരുന്നു. ഈ ഡ്രസ്സ് എനിക്ക് ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ ഓർത്തു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് അണ്ണൻ എന്താ എന്നോട് പറയാനുള്ളത്? സ്നേഹം മാത്രം ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് ജീവിക്കുക, സമാധാനിക്കുക. കണ്ണനാണ് കേട്ടോ, ശരിക്കും കണ്ണനാണ് എനിക്ക് ഞങ്ങൾ ഇത്രയും നാൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണൻ എന്നും പൈസ ഇല്ലെങ്കിലും കണ്ണൻ ഒരു കേക്ക് ആണെങ്കിലും അത് കൂട്ടി വെച്ചിട്ട് എനിക്ക് കൊണ്ടുതരുമായിരുന്നു. ഇന്നിപ്പോ ഇത് തന്നില്ലേ ചക്കുവിന് ഡ്രസ്സ്? ഇല്ല, ഇങ്ങനെ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു. സന്തോഷം, സമാധാനം, സംതൃപ്തി. എല്ലാവർക്കും നല്ലൊരു ദിവസം. അപ്പൊ എല്ലാവരും ചക്കുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി പ്രേയർ ചെയ്യുക, വിഷ് ചെയ്യുക. എല്ലാവർക്കും എന്റെ ഹാപ്പി ബർത്ത്ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ചക്ക്. കാരണം ഒരുപാട് കാമുകന്മാരുണ്ട് എനിക്ക് ഇതിനകത്ത്, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. അടിപൊളി.
എന്താ പിന്നെ ഇവിടെയും കുറെ ഉണ്ട് കേട്ടോ. ഞാൻ കുളിക്കാൻ വരുമ്പോൾ ഇവിടെ ആരെങ്കിലും ഒക്കെ വരും. അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എനിക്ക് ഇവിടെ നിറയെ ഫ്രണ്ട്സ് ഉണ്ട്. തമിഴ് ഇത് പല ഭാഷക്കാരും എനിക്ക് ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ അവരൊക്കെ ഇവിടെ വരും. അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. നല്ല കമ്പനിയാണ്. വളരെ സന്തോഷത്തിൽ തന്നെയാണ്. എന്തായാലും ഡ്രസ്സ് നല്ല കറക്റ്റ് അല്ലേ? ഞാൻ പ്രതീക്ഷയില്ല പെർഫെക്റ്റ്. ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും ക്വാളിറ്റി ഉണ്ടാകുന്നു. ഞാൻ ഒരു ഇതിന് എടുത്തതാണ്. അപ്പം ഇനി ഞങ്ങൾ യാത്രയാണ്, ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ദൂരെ ദൂരെ സാഗരം തേടി ചോട്ടിൽ താനെ പൂക്കുന്നതാരോ. ആ കഴിക്കോ. പ്രകൃതി അറിഞ്ഞു തന്നിരിക്കുന്ന വെള്ളം. പ്രകൃതി ഭയങ്കര പ്യുവർ വാട്ടർ. പ്യുവർ എന്ന് പറയുന്നത് കണ്ണീര് പോലത്തെ വെള്ളം, മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നിറയെ പാറക്കല്ലുകളാണ്. കണ്ട പാറക്കല്ലാണ് എല്ലാം കിടക്കുന്നത്. ഭയങ്കര പോസിറ്റീവ്. വാ വാ, ഇനി കുറെ കളിക്കും ഇനി. എന്താ സുഖമല്ലേ? ഭയങ്കര തണുപ്പ്. അപ്പം ചക്കുൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളപ്പോൾ ഇനി ട്രാവലിംഗ് തുടങ്ങാൻ പോണെയാണ്. ശാന്തിയായിട്ട് യാത്രയാണ്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും ചക്കുവിനെ വിഷ് ചെയ്യുക. അപ്പം ചക്കുവിന് ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ. ലവ് യു മൈ ബേബി.